പി ബസന്തിലേക്ക്. ബസന്ത്, തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും വന്നിട്ട് 24 മണിക്കൂർ പിന്നിട്ടു. ഈ ആഘാതം എന്തുകൊണ്ട് എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസും RJDയും ഒരു വിലയിരുത്തലിൽ എത്തുന്നുണ്ടോ? നേരത്തെ നമ്മൾ KC വേണുഗോപാലിന്റെ വാക്കുകളിൽ കേട്ടത് അവർ റിഗ്ഗിംഗ് അല്ലെങ്കിൽ ഇലക്ഷൻ ഫ്രോഡ് ആരോപിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ആഴത്തിലുള്ള എന്തെങ്കിലും പരിശോധനയിലേക്ക് കോൺഗ്രസോ RJDയോ കടന്നിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴുള്ള ആലോചനകൾ? അഭിലാഷ്, ഇതില് കേൾക്കാം. അഭിലാഷ്, ഇന്നിപ്പോ ഇന്ത്യ മുന്നണി ആയി മത്സരിച്ച പാർട്ടികളിൽ കോൺഗ്രസ് മാത്രമാണ് ഇപ്പോൾ ഇതുവരെ ഇതൊരു വോട്ട് ചോരിയാണ്, വോട്ട് കൊള്ള എന്നുള്ളൊരു നിലപാടെടുത്തിട്ടുള്ളത്. മനോജ് ഝാ കഴിഞ്ഞ അല്പസമയം മുമ്പ് നൽകിയ ട്വീറ്റിൽ പോലും അങ്ങനെ ഒരു വോട്ട് ചോരിയെക്കുറിച്ചോ SIRന്റെ പ്രശ്നങ്ങളെ കുറിച്ചോ പറയുന്നില്ല. പൊതുവിൽ ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതേസമയം CPMന്റെ ഒരു പ്രസ്താവനയും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ CPM പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയിലും SIR എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല, വോട്ട് ചോരി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. മാനിപ്പുലേഷൻസ് എന്നുള്ള ലൈനിൽ അല്ലെങ്കിൽ ആ ഒരു വാക്കിനപ്പുറത്തേക്ക് മാറിയിട്ടുള്ള ഒരു വാചകം അവർ ഉന്നയിക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴും കോൺഗ്രസ് മാത്രമാണ് ഈ വോട്ട് ചോരി, വോട്ട് കൊള്ളയിലൂടെ BJP NDA ജയിച്ചു എന്നുള്ളൊരു നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ മറ്റൊരു വിഷയമുള്ളത്, ഇന്ന് അല്പസമയം മുമ്പ് ഗുജറാത്തിലെ സൂറത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചപ്പോൾ പറഞ്ഞത് തോൽവിക്ക് കാരണങ്ങൾ തേടുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഏറ്റവും നമുക്ക് സമ്മപ്പ് ചെയ്ത് പറയാൻ കഴിയുന്നത്. ഈ വൻ പരാജയത്തിന് ഒരു കാരണം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് ഉള്ളത്. ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ യോഗം ചേർന്നു. വിദേശത്തുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി എപ്പോഴോ ഇവിടെ ഇന്ത്യയിൽ എത്തുകയും അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് എന്താണ് ഈ തോൽവിക്ക് കാരണം, അല്ലെങ്കിൽ മാന്യമായി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്നുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് പറയാൻ എന്താണ് പ്രശ്നം? KC വേണുഗോപാൽ സംഘടനാ സെക്രട്ടറി എന്ന നിലയ്ക്ക് വേണുഗോപാലാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം വോട്ട് ചോരി എന്നുള്ള നിലപാട് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ഒരു പരാജയത്തിൽ രാജ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം രാഹുൽ ഗാന്ധിയുടേതാണ്, മല്ലികാർജ്ജുന ഖാർഗെയുടേതാണ്. ഇന്ന് അവർ രണ്ടുപേരും മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വന്നില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം വളരെ രാത്രി രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റ് വന്നതല്ലാതെ മറ്റൊരു വിധത്തിൽ ഈ വിഷയത്തിൽ തലയുയർത്തി നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ തോൽവിയുടെ കാരണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. RJD ആകട്ടെ ഇന്ന് പകൽ പുറത്തിറക്കിയ അവരുടെ ഔദ്യോഗിക എക്സ്പോസ്റ്റിൽ വന്നൊരു വിശദീകരണം എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് തുടർ പ്രക്രിയയാണ് എന്നുള്ളതാണ്. ജനങ്ങളെ സേവിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയാനുള്ള മാന്യത RJD അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ അവരും ഈ പറയുന്ന SIRനെ കുറിച്ചോ വോട്ട് ചോരിയെ കുറിച്ചോ പറയുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ആ ഒരു വാചകം തോൽവിക്ക് കാരണങ്ങൾ തേടുകയാണ് കോൺഗ്രസ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലും ഉരുൾപൊട്ടൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. രോഹിണി ആചാര്യ ചില കാര്യങ്ങൾ പറയുന്നു. എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് RJDക്ക് ഒരു വ്യക്തതയുണ്ടോ? RJDയെ സംബന്ധിച്ച് അവർക്ക് മുമ്പ് കിട്ടിയ വോട്ട് വിഹിതം 23% വോട്ട് ബേസ് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതിനർത്ഥം യാദവ വോട്ടുകൾ നഷ്ടമായി കാണില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്ത് എങ്ങനെ തോൽവി സംഭവിച്ചു എന്നതിനെ സംബന്ധിക്കുന്ന ഒരു വിലയിരുത്തലിലേക്ക് രാഷ്ട്രീയ ജനതാദൾ കടന്നു പോകുന്നുണ്ടോ? ഇല്ല, RJDയിൽ ഒരു പ്രാഥമിക വിലയിരുത്തലോ അല്ലെങ്കിൽ എന്തെങ്കിലും യോഗമോ ഒന്നും നടന്നിട്ടില്ല. ഞാനതാ പറഞ്ഞ അവർ പൊതുവിലുള്ള ഒരു പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് മാറിയിട്ട് RJDയുടെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് പരാജയത്തിന് കാരണം എന്നുള്ളത് വന്നിട്ടില്ല. പക്ഷേ അവരുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ വ്യക്തിപരമാണ് എന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. അതായത് രോഹിണി ആചാര്യയും തേജ് പ്രതാപ് യാദവും ഒരു ഭാഗത്ത് നിന്നുകൊണ്ടുള്ള അവരുടെ മറ്റ് ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ തേജസ്വി യാദവിൻ്റെ ഉപദേശകനായി അറിയപ്പെടുന്ന ഈ സഞ്ജയ് യാദവ് അതിലൊരു ഭാഗം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് രോഹിണി ആചാര്യയുടെ ആ എക്സ്പോസ്റ്റിലെ സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. റമീസ് എന്ന് പറയുന്ന തേജസ്വി യാദവിൻ്റെ ഒരു സുഹൃത്ത്, ക്രിക്കറ്റ് കളി സുഹൃത്താണ്. അദ്ദേഹം UP സ്വദേശിയാണ്. നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. സഞ്ജയ് യാദവും റമീസും പറഞ്ഞ പ്രകാരമാണ് ഞാനിപ്പോൾ ഈ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും നിർത്തി പോകുന്നത് എന്നുള്ളൊരു നിലപാട് ഇപ്പോൾ എടുക്കുന്നത്. രോഹിണി ആചാര്യയാണ്
ലാലുവിന് വേണ്ടി കിഡ്നി സംഭാവന ചെയ്ത ഒരു മകൾ എന്നുള്ളത്. അപ്പോൾ ആ തരത്തിൽ വലിയ ബന്ധങ്ങൾ ഉള്ള ഒരാളാണ് ഇപ്പോൾ കുടുംബത്തിലെ പൊട്ടിത്തെറിക്ക് പിന്നെ ഒരു പരസ്യമായ പ്രതികരണം നടത്തി പുറത്തേക്ക് വന്നിരിക്കുന്നത്. RJDയുടെ ഭാഗത്ത് ഇനിയിപ്പോൾ ഔദ്യോഗികമായി ഇക്കാര്യത്തിലെ പരാജയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നിലപാട് പറയേണ്ടതുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ഇന്ത്യ സഖ്യത്തിൽ ആകെ കോൺഗ്രസ് മാത്രമാണ് ഇപ്പോൾ വോട്ട് ചോരി എന്നൊരു ആരോപണം പറയുന്നത്. CPIയുടെ ഔദ്യോഗികമായിട്ടുള്ള കുറിപ്പുകളൊന്നും വന്നിട്ടില്ല ഇക്കാര്യത്തിൽ. CPIക്ക് ഒരു സീറ്റും ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. CPM ഒരു സീറ്റിൽ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. CPI-ML മാത്രമാണ് പിന്നീട് ഈ പിന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞില്ല, പക്ഷേ ഈ പിന്നെ SIRലെ ആ ഒരു പിന്നെ SIRന്റെ ആദ്യ പട്ടികയും അത് കഴിഞ്ഞ് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൊരു വാചകവും തമ്മിൽ എടുത്തു വെച്ചുകൊണ്ട് ഇതിൻ്റെ ആ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞത് 3 ലക്ഷം വോട്ടുകളുടെ ഒരു വ്യത്യാസമുണ്ട് എന്ന് പിന്നെ ദിബാങ്കർ ഭട്ടാചാര്യയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം വരെയും ചെയ്തിട്ടുണ്ട്. വോട്ടർമാരല്ല, വോട്ട് അവകാശമുള്ളവർ എന്നുള്ളത് ആ വ്യത്യാസമാണ്. അതായത് വോട്ട് ചെയ്തവരും വോട്ട് അവകാശമുള്ളവരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അതിലുണ്ട് എന്നുള്ളതാണ്. അതായത് വോട്ട് അവകാശമുള്ള ആൾക്കാർ SIRന്റെ അന്തിമ ദിവസം വന്നത് 7.42 കോടിയാണ്. അത് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേന്ന് വരെ നിങ്ങൾക്ക് വോട്ട് ചേർക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ ഒരു കണക്കാണ് പിന്നീട് വന്ന 7.45 കോടി. അതായത് വോട്ട് അവകാശമുള്ള പട്ടികയിലുള്ളവർ, വോട്ട് ചെയ്തവരല്ല. രണ്ടും രണ്ടാണ്. അപ്പോൾ ആ ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇതിലൊരു വോട്ട് ചോരി എന്നുള്ള, അല്ലെങ്കിൽ ഇത്ര വ്യാപകമായ വോട്ട് കൊള്ള നടന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നത്. പക്ഷേ RJDയുടെ ഭാഗത്ത് മറ്റൊന്ന് കാണേണ്ടത്, നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് യാദവ് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് യാദവ് വോട്ടുകൾ മാത്രമാണ് കിട്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കണ്ടാൽ മനസ്സിലാവുക. അതിനപ്പുറത്തേക്ക് ഒരു സമുദായത്തെ ഒപ്പം ചേർക്കാൻ RJDക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ പോലും ഞങ്ങളൊരു വോട്ട് ബാങ്കായിട്ട് നിൽക്കാൻ തയ്യാറല്ല, ഞങ്ങൾ പിന്നെ AMIMൻ്റെ കൂടെ പോകുന്നു എന്ന് പറയും. ആ വോട്ടിൻ്റെ AMMൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ച ലീഡ് നിങ്ങൾ പരിശോധിക്കണം. 20,000-ന് പുറത്താണ് അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടല്ല മുസ്ലിം വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് പോയിരിക്കുന്നതെന്ന് RJDയും കോൺഗ്രസും മനസ്സിലാക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ജാതിയെ മാത്രം വെച്ചുകൊണ്ട് ബീഹാർ പോലൊരു വലിയ സംസ്ഥാനത്ത് ജയിക്കാമെന്നുള്ളൊരു കണക്ക് കൂട്ടലാണ് RJDക്ക് പിഴച്ചത്. യെസ്, അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഡോക്ടർ.